പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കൂ, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ചോദ്യമാണ് ഇവിടെ ദൈവം ഉന്നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത്? സമ്പന്നനായ ഒരു മൂഢനോടാണ്. പ്രൈസ് ദി ലോർഡ്. സമ്പന്നനായ ഒരു മൂഢനോട് ദൈവം ചോദിച്ചതുപോലെ ഇതുപോലെ ചോദിച്ചപോലുള്ള ചോദ്യം ഇന്നും ദൈവാത്മാവ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും നമ്മൾ ഉത്തരം പറയാനില്ലാതെ നമ്മൾ തല കുനിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ, മനുഷ്യന്റെ വിചാരങ്ങളുമല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളുമല്ല ദൈവത്തിന്റെ വഴി. ദൈവം എന്താഗ്രഹിക്കുന്നു അതേ നിലയിലൂടെ നാം വളർന്നെത്തുവാൻ വേണ്ടി നമ്മൾ വളരെ സമർപ്പണ ബോധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ ധനവാൻ വന്നു. ഹല്ലേലൂയ. അവന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവന്റെ ഉള്ളിൽ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ അത് കണക്കിട്ടു. അവന്റെ ഉള്ളിൽ അതിനെ കുറിച്ച് താൻ ഒരു കണക്കിട്ടു. ഹല്ലേലൂയ. ഞാൻ എന്തു ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ. അവൻ തന്നോട് തന്നെയാണ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യണം? എന്റെ സമ്പത്തുകളെല്ലാം വിളവെല്ലാം കൂട്ടിവെക്കാൻ സ്ഥലം പോരാ. ഹല്ലേലൂയ. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എന്റെ വിളവും വസ്തുവകളും എല്ലാം അതിൽ കൂട്ടിവെക്കും. അപ്പോൾ നിലവിലൊരു കളപ്പുരയുണ്ട്, അതിൽ കൊള്ളില്ല. അപ്പം കളപ്പുര പൊളിച്ചിട്ട് അതിനേക്കാൾ വലുത്, ഇന്നത്തെ കാലത്തിൽ അങ്ങനല്ലേ ചെയ്യുന്നത്, അതിനേക്കാൾ വലുത് ഒന്ന് പണിത് തന്റെ വസ്തുവകളും വിളവുകളും എല്ലാം അതിൽ കൂട്ടിവെക്കും. ഹല്ലേലൂയ. ആ ഒരു ചിന്താഗതിയാണ് അവന്റെ ഉള്ളിൽ. ഹല്ലേലൂയ. എന്നിട്ട് എന്നാൽ അധികം വലിയവരും പണിത് ആ ഒരു ചിന്തയിലൂടെ പോകണം എന്നുള്ള ആ വിചാരത്തിന്റെ നിലയിലാണ് നമ്മുടെ കർത്താവിന്റെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ എന്നാൽ കർത്താവ് വേറൊരു വിധത്തിൽ അതിനെ കണക്കിട്ടു. കാരണം ഭൂമിയും നിലവും ദൈവത്തിൻ്റെതാണ്. ഈ സമ്പന്നന്റെ കയ്യിലാണ് ഇതിലെ ഇരിക്കുന്നില്ല. ഈ ഭൂമി നിലവും ആരുടെയാണ്? ദൈവത്തിൻ്റെതാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾക്ക് അനവധി വസ്തുവകളും സമ്പത്തും ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് അതിൽ നിന്ന് അനവധി വിളവുകൾ കിട്ടുന്നുണ്ടെങ്കിലും, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഈ ഭൂമി അല്ലെങ്കിൽ അതിനകത്തെ എല്ലാ സംവിധാനങ്ങളും കർത്താവിനുള്ളതാണ്. ഭൂമിയും നിലവും ദൈവത്തിൻ്റെതാണ്. അപ്പം അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാം വിളയിക്കുന്നതും കർത്താവാണ്. എല്ലാ ഉൽപാദനങ്ങളും, എല്ലാ പയറുവർഗ്ഗങ്ങളും, എല്ലാ ചെടികളും, അല്ലെങ്കിൽ നമുക്ക് ഫലം തരുന്ന എല്ലാ വൃക്ഷങ്ങൾക്കും വിളവ് തരുന്നത് നമ്മുടെ ദൈവമാണ്. സമയാസമയങ്ങളിൽ അതിന് മഴ കൊടുക്കുന്നവനും ദൈവമാണ്. സമയാസമയങ്ങളിൽ മഴ കൊടുക്കുന്നതും വിളവ് തരുന്നതും ഓരോ വൃക്ഷത്തിനും അതിന്റെ സമയങ്ങളിൽ അത് വളർച്ച പ്രാപിച്ച് ഫലം തരുന്നതെല്ലാം ദൈവത്തിന്റെ കരത്തിലാണ്. മനുഷ്യൻ അതിനകത്തൊന്നും ചെയ്യുന്നില്ല. അവൻ ഭൂമിയിൽ വേല ചെയ്ത് ജീവിക്കണം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഭൂമി വേല ചെയ്ത് ജീവിക്കണം. നിങ്ങൾ വേല ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിനകത്ത് നല്ല ഫലങ്ങളെ തരാൻ ദൈവം വിശ്വസനാണ്. കാരണം നിങ്ങളുടെ ഭൂമി കൃഷി ചെയ്തു, നിങ്ങൾ ഒരുപാട് വിളവുകൾ ഇറക്കി. മഴ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. നിങ്ങളുടെ വിളവ് നഷ്ടപ്പെടുത്തില്ലേ? ഇനി മാത്രമല്ല, മഴ അധികമായി പോയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ വെള്ളത്തെ നശിക്കത്തില്ലേ? ഇനി നിങ്ങൾ ഇറക്കിയ കൃഷിക്കും വിളവുകൾക്കെല്ലാം നല്ല സൂര്യപ്രകാശം കിട്ടിയില്ലേ എന്ത് ചെയ്യും? വളർച്ച മുരടിച്ചു പോകത്തില്ലേ? അപ്പൊ നിങ്ങളുടെ ഭൂമി നന്നായിട്ട് വിളഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് വിളവ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കരം ദൈവത്തിൻ്റെതാണ്. ആ നിലവും മണ്ണും ആ ഭൂമി കർത്താവിന്റെ മഴ തന്നതും വെളിച്ചം തന്നതും വെള്ളം തന്നതും അതിന് വേണ്ടുന്ന എല്ലാം വളർച്ചയ്ക്ക് വേണ്ടുന്നതെല്ലാം അതിനെ പരിപാലിച്ചതെല്ലാം ദൈവത്തിന്റെ കരങ്ങളാണ്. നമ്മളൊരു പണിക്കാരനാണെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മളൊരു പണിക്കാരനാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ ആർക്കും കഴിയുമോ? നിങ്ങളുടെ നിലം നിങ്ങൾ വാങ്ങിയത് നിങ്ങൾക്ക് ഒരു പക്ഷെ 10 ഏക്കറോ 15 ഏക്കറോ വലിയ എസ്റ്റേറ്റുകളൊക്കെ ആയിരിക്കാം.
എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ അതിനകത്തൊരു പണിക്കാരനാണ്, നിങ്ങൾ അതിൻ്റെ ഒരു നോട്ടക്കാരനാണ്. ആധാരവും തീരാധാരവും ഒക്കെ അടിയാധാരവും പ്രമാണവും ഒക്കെ നിങ്ങളുടെ കാണും. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഒരു നോട്ടക്കാരനാണ് കേട്ടോ. നിങ്ങളതെല്ലാം വിട്ടുകൊടുക്കണം. ഇതെല്ലാം നിങ്ങൾ വിട്ടുപോകും. പിന്നെ നിങ്ങൾ അധികം നിഗളിക്കരുത്. അല്ലേ? അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവാണ് നമുക്ക് കൃപയായിട്ട് നൽകിയത്. എന്നിട്ടും ഈ ധനവാനായിരിക്കുന്ന ഈ മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. അവൻ പറയുന്നത്, എന്റെ വസ്തുവകകൾ അനവധി വിളവുകളുണ്ടായി, അതെല്ലാം കൂടെ ഞാൻ എവിടെ കൂട്ടിവെക്കും? അല്ലെങ്കിൽ അതിന് ഞാൻ എന്റെ കളപ്പുരകളെ പൊളിച്ച് പണിയും. അങ്ങനെ അവന്റെ ഉള്ളിൽ നികളവും അഹങ്കാരവും ഒക്കെ വരിക, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ. മാത്രമല്ല, അവൻ അതിനോട് ആഗ്രഹിച്ചുമില്ല. തനിക്കുണ്ടായ വിളവിൽ നിന്ന് ആ വിളവിന്റെ ദശാംശം കൊടുക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അല്പമെങ്കിലും കൈത്താങ്ങായി കൊടുത്ത് അങ്ങനെയുള്ളവരുടെ സഹായിക്കാൻ പോലും ഇവനൊരു മനസ്സ് വന്നില്ല എന്നുള്ളതാണ്. നമ്മളാണ് വിളവ് കിട്ടി കഴിയുമ്പം അതിനുള്ള ദശാംശം ഒക്കെ കൊടുക്കും, മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ നോക്കും. പക്ഷെ ഈ ധനവാൻ അതൊന്നും ചെയ്യുന്നില്ല. അവന്റെ ചിന്ത, എനിക്ക് തിന്നു കുടിച്ച് സുഖിച്ച് ജീവിക്കണം, തൃപ്തിയാവോളം അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ അവൻ ചിന്തിക്കുവാൻ കാരണമായി. ആ ഒരു ചിന്ത അവന്റെ ഉള്ളിൽ വന്നു. വേദപുസ്തകം എന്താണ് പറഞ്ഞത്? നമുക്ക് വായിച്ചു നോക്കാം. വരിക അവൻ ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 16 വാക്യങ്ങൾ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ച്, പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വീടും വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. പിന്നെ എന്നോട് തന്നെ, നിനക്ക് ഏറെ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. സ്വന്തം കാര്യങ്ങൾ നോക്കുന്നത്. ഈ സമയത്താണ് അവരോട് കർത്താവ് സംസാരിക്കുന്നത്. അല്ലേലൂയ. ദൈവമോ അവനോട്, മൂട, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ അല്ലെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. അല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയാണ്, അല്ലേലൂയ, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സ്വരൂപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്നാണ്. നമ്മൾ സമ്പന്നനാകുന്നതിനകത്തൊന്നും കർത്താവിന് കുഴപ്പമില്ല. ദൈവവിഷയമായി നാം സമ്പന്നനാകണം. അല്ലാതെ കുറെ വസ്തുവും വിളവുണ്ടാക്കി കുറെ നിങ്ങൾക്ക് സമ്പത്തും തിന്നു കുടിച്ച് ആശ്വസിക്കുക എന്നുള്ള ചിന്താഗതിയോടെ പോകുമ്പോൾ നിങ്ങൾക്കതിനകത്തൊരു ശാശ്വത പരിഹാരമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിളവ് വർദ്ധിക്കും തോറും കളപ്പുരകളെ പൊളിച്ച് നിങ്ങൾ വലുതാക്കി പണിയുന്നല്ല. പക്ഷേ അർഹതപ്പെട്ടവർ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം. അല്ലേരിയ. ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുക്കണം. അല്ലാതെ നീ എന്തെല്ലാം പണിത് വെച്ചാലും അല്ലെങ്കിൽ എന്തെല്ലാം നീ പടുത്തുയർത്തിയാലും അതെല്ലാം നഷ്ടമാകാൻ സെക്കൻഡ് നേരം മതി. നമ്മൾ അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ശ്വാസം നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലേരിയ, നമ്മുടെ സ്ഥിതി തീർന്നത് തന്നെയാണ്. മനുഷ്യന്റെ ജീവിതം എന്നൊക്കെ പറയാൻ താൽക്കാലികമാണ്. അതുകൊണ്ട് ഇവിടുത്തെ വസ്തുവകളിലും സമ്പത്തുകൾക്കകത്തും നിന്റെ ധനത്തിലും നീ ആശ്രയിക്കാതെ ജീവനോടെ ഇരിക്കുമ്പോൾ നീ ആശ്വസിച്ച് തിന്നുകുടിച്ച് സുഖിക്കുക എന്നുള്ള ചിന്താഗതി വിട്ടുകൊണ്ട്, അല്ലേരിയ, ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുത്തുകൊണ്ട് നീ മുമ്പോട്ട് ജീവിക്കുന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അത്യാഗ്രഹവും ദിവ്യാഗ്രഹവും ഒന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ആമേൻ. ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്നിലൂടെ നല്ല പ്രവർത്തികളെ. അല്ലേരിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണുന്നത് ഈ മൂഢനായ ധനികൻ. അല്ലേ? മൂഢനായ ധനികനെ കുറിച്ച് ഈ ഉപമ പറയുമ്പോൾ ഇതിന്റെ ചരിത്രഭാഗം കൂടെ ഞാൻ വായിച്ചു പോകാം. അല്ലേ? ഈ ഉപമ അവകാശം പങ്കിടുവാൻ പങ്കിടാൻ ശുപാർശയ്ക്ക് വന്നവന്റെ ജ്യേഷ്ഠന്റെ കാര്യമായിരിക്കും സാധ്യതയുണ്ട് ചില വേദപണ്ഡിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേലൂയ. മറ്റൊന്ന് പറഞ്ഞ, കർത്താവ് സമ്പന്നന്മാരെ ധനവാന്മാരെ പൊതുവായി ശാസിക്കുന്നില്ല. കർത്താവ് സമ്പന്നന്മാരെ ധനവാന്മാരെ പൊതുവായിട്ട് ശാസിക്കുന്നുമില്ല. കാരണം നമുക്കറിയാം, അനവധി സമ്പത്തുള്ളവരുണ്ട്, അനവധി ധനവാന്മാരെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുണ്ട്. അവരെ ഒന്നും ദൈവം ശാസിക്കുകയോ ആ സമ്പത്തൊക്കെ മോശമാണെന്നോ അല്ലെങ്കിൽ അതങ്ങനെ പാടില്ലെന്ന് കർത്താവ് പറയുന്നില്ല. പക്ഷെ നിനക്ക് സമ്പത്ത് എത്ര വർദ്ധിച്ചാലും നീ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. സമ്പത്തിന്റെ പിന്നാലെയാകരുത് നിന്റെ ജീവിതം. സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ നീ ദൈവത്തെ മറന്നു പോകരുത്. സമ്പത്തുകൾ എത്ര വർദ്ധിച്ചാലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം.
ഇന്നത്തെ കാലഘട്ടത്തിൽ സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ പലരുടെയും അല്ലേലിയ ജീവിതം തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ഈ കാലഘട്ടത്തിൽ അനവധി ആളുകൾക്ക് അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി, മക്കൾക്ക് നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, നല്ല സമ്പത്ത്, നല്ല സാലറി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അനവധി ദൈവമക്കളുണ്ട് അല്ലേ. അങ്ങനെ ദൈവസഭ പ്രാർത്ഥിച്ച് അവർക്ക് നല്ല ജോലി, വിദേശത്തൊക്കെ പോയി നല്ല ജോലി, കൈനിറച്ച് സാലറി, ശമ്പളമൊക്കെ കിട്ടിക്കഴിയുമ്പം ദൈവസഭയെ മറന്നുപോകും. ആരാധനയ്ക്ക് പോകത്തില്ല, പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. അവർക്ക് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമില്ല, സഭയ്ക്ക് കൊടുക്കത്തില്ല. അവര് തന്നെ ദൈവവിഷയമല്ലാതെ അവർ സ്വന്തമായി സമ്പത്ത് വർദ്ധിപ്പിച്ച് സ്വന്തമായി നേടിയെടുത്തെന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥനയിൽ നിന്ന് പോലും മടങ്ങിപ്പോന്നിട്ടുണ്ട്. അത് മാത്രമല്ല, സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആരാധന പോലും വേണ്ടെന്ന്, ദൈവമക്കൾക്ക് പ്രാർത്ഥന പോലും വേണ്ട, പിന്നെ ഞായറാഴ്ച ജോലിക്ക് പോവുക. ഇതൊക്കെ എപ്പോഴും നമ്മൾ പറയുന്നത്. കാരണം ഇങ്ങനെയുള്ളവരൊക്കെ ദൈവം ശക്തമായിട്ട് ശാസിക്കും. ദൈവവിഷയമായി നീ സമ്പന്നനാകണം എന്ന്. അല്ലാത്തവരെയൊക്കെ ദൈവം ശാസിക്കും. അല്ലാതെ ധനവാന്മാരോട് ദൈവത്തിന് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ദൈവഹിതമായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഈ ധനവാന്മാരെ കുറിച്ച് പറയുമ്പോൾ പെന്തക്കോസ്തിനകത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കകത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന ദൈവദാസന്മാരുണ്ട്. പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന, പലിശ വാങ്ങുന്ന, ചിട്ടി നടത്തുന്ന അനവധി ദൈവദാസന്മാരുണ്ട്. അത് അത്യാഗ്രഹമാണ്, അത് ദിവ്യാഗ്രഹമാണ്. പാസ്റ്റർമാർ തന്നെ പലിശയ്ക്ക് കൊടുക്കുകയും പലിശ വാങ്ങുകയും ചെയ്യുന്നു. വിശ്വാസികൾ പലിശയ്ക്ക് കൊടുക്കുക, പലിശ വാങ്ങുന്നു. അതൊക്കെ പാപമാണ് സഹോദരൻ. ഇനി അല്ലെന്ന് നിങ്ങൾ വാദിച്ചാലും, നിങ്ങൾ ഇനി എന്തെല്ലാം പറഞ്ഞാൽ നീ ചെയ്യുന്നത് നീചമാണ്, ക്രൂരമാണ്. ഒരുവന് പണം കൊടുത്ത് പലിശ വാങ്ങാനും അവരുടെ കൈക്കൂലി വാങ്ങുവാനും നിയമമില്ല, വ്യവസ്ഥയില്ല. അല്ലേ? നിനക്ക് സമ്പത്ത് അനവധി ഉണ്ടെങ്കിൽ നീ അത് മറ്റൊരാൾക്ക് പലിശയ്ക്ക് കൊടുത്ത് വീണ്ടും കൊള്ളപ്പലിശ വാങ്ങി അവനെ നശിപ്പിക്കാതെ നിന്റെ പണം കൊണ്ട് നീ മറ്റെന്തെങ്കിലും ചെയ്യണം. ഇനി അധിക പണമാണെങ്കിൽ നീ ആർക്കെങ്കിലും കൊടുത്ത് സഹായിക്കണം. അല്ലേരിയ. അതുകൊണ്ട് ദൈവവിഷയമല്ലാതെ പണം ഉണ്ടാക്കുന്ന അനവധി വിശ്വാസികൾ പോലും ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനേറെ വേർപെട്ട കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവമക്കളിൽ നിന്ന് ചിലർക്ക് ബാറുകളുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ബാറുകള്, വലിയ വലിയ ഹോട്ടലുകള്, സ്റ്റാർ ഹോട്ടലുകൾ അല്ലേരിയ. അതുപോലെ വലിയ വലിയ ഒരുപാട് സംരംഭങ്ങൾ അനവധി ആളുകൾക്കുണ്ട്. ഇതെല്ലാം ദൈവസന്നിധി വാങ്ങി ഉണ്ടാക്കിയിട്ട് അവര് തന്നെ സ്വന്തം ഉണ്ടാക്കി സ്വരൂപിച്ചതാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അല്ലേരിയ. അവരോടൊക്കെ കർത്താവ് മൂടാ അല്ലയ്യ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവും? അല്ലേരിയ. മാനസാന്തരം ആവശ്യമാണ് കേട്ടോ. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലയ്യ, ധനത്തിൽ അമിതമായി ആശ്രയിക്കുന്നവനെ ദൈവം ശാസിക്കും. ധനത്തിൽ അമിതമായി ആശ്രയിക്കുന്നവൻ, നമുക്കറിയാം 1 തീമോഥെയോസിന്റെ ലേഖനം 6:10 ദിവ്യാഗ്രഹ സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞു പോയി എന്നവിടെ വായിച്ചിട്ടുണ്ട് അല്ലേലിയ. അപ്പം ദിവ്യാഗ്രഹം പാടില്ല. അമിതമായ സമ്പത്ത്, എത്ര കിട്ടിയാലും തികയാത്ത അല്ലേലിയ അനുഭവങ്ങൾ. വീട്ടിലേക്ക് ഒരു യാചകൻ കയറി വരുമ്പോൾ സ്വന്തം വീടിന്റെ വാതിൽ അടച്ചുപൂട്ടി മുറിക്കകത്തിരിക്കുന്ന അനവധി ആളുകളുണ്ട്. യാചകന്മാരുടെ ശബ്ദം റോഡിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പെരയടച്ച് കതക് അടച്ച് വീട്ടിൽ കയറുന്നവരുണ്ട് അല്ലേലിയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യാചകൻ വന്ന് കൈനീട്ടിയാൽ 5-10 രൂപ കൊടുക്കണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 10 കൊടുത്തിട്ട് കാര്യമില്ല. അത് പറയാൻ കണ്ട് കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇങ്ങനെ സിറ്റി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കൂടി ഒരു വളരെ അമേലിയ യാചകയായ ഒരു സ്ത്രീ കടന്നു വന്നു, പ്രായമുള്ളതാണ്. ഞാൻ അവർക്ക് എൻ്റെ കയ്യിൽ അന്ന് 10 രൂപ, ഞാൻ 10 രൂപ എടുത്ത് അവർക്ക് കൊടുത്തു. 10 രൂപ കൊടുത്തന്നെ അവർക്ക് വേണ്ട. അവരോട് 10 രൂപ വേണ്ടെന്ന് പറഞ്ഞു. 10 രൂപയുടെ ആവശ്യമില്ല, 10 രൂപ കൊടുത്ത ഒരു ചായ പോലും കിട്ടാത്തില്ലെന്ന്. അപ്പൊ ഞാൻ ഈ കടയിൽ നിന്ന് ചായ കുടി അങ്ങനെ കുറവായതുകൊണ്ട്, അങ്ങനെ കുടിക്കാറില്ലാത്തതുകൊണ്ട് ഈ ചായയുടെ പേരൊന്നും നമ്മൾ ചോദിക്കാറില്ല. അപ്പോൾ കൂടെ ഇരുന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, ചായക്ക് ഇപ്പൊ ഇവിടെ എല്ലാം 15 ആയെന്ന് പറഞ്ഞു. അപ്പം 10 രൂപ കൊടുത്തിട്ട് അതുപോലും വേണ്ട അല്ലേ. കാരണം കാലം അങ്ങനെയൊക്കെ ആയി. എന്നെ കേൾക്കുന്ന ദൈവ വിഷയമായി സമ്പന്നനാകണം. അപ്പൊ ഈ ധനവാൻ ദൈവമില്ലാത്തവനും ആത്മീയ സമ്പർക്കമില്ലാത്തവനുമായിരുന്നു. യേശുവിനിരിക്കുന്ന ഈ ധനവാൻ, അവന് ദൈവമില്ല, ആത്മീയമായ യാതൊരു സമ്പർക്കവുമില്ല, കൂട്ടായ്മയില്ല, ആരാധനയില്ല. അവൻ ലോകപ്രകാരം ധനവാനാണ്. ലോകപരമായ ഒരുപാട് സമ്പത്തുകൾ വാരിക്കൂട്ടി. അതുകൊണ്ട് അവനോട് തന്നെ അല്ലരിയ സ്തോത്രം. നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുക്കൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് അവൻ തന്നോട് തന്നെ പറയുക. ദൈവത്വമായി യാതൊരു ബന്ധമില്ലാത്തവൻ.
അങ്ങനെയുള്ളൊരു ദൈവം ശാസിക്കും. ഹല്ലേലൂയ. ഇവിടെ അവൻ ഒരു പിശുക്കനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ധനവാൻ ഒരു പിശുക്കനാണ്. ഹല്ലേലൂയ. ഈ പിശുക്കനായ ധനവാൻ ഒരിക്കലും മറ്റാർക്കും ഒന്നും ചെയ്യത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പിശുക്കന്മാരുണ്ടല്ലോ, സ്തോത്രം. എന്നാൽ നന്നായിട്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുകയും സഹായിക്കുകയും മറ്റുള്ള സങ്കടങ്ങൾ കാണുകയും കേൾക്കുകയും അവരെ അന്വേഷിച്ച് ചെല്ലുകയും അവരുടെ സങ്കടങ്ങളിൽ പങ്കാളികളായി തീരുകയൊക്കെ ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എനിക്കൊരു നല്ലൊരു സഹോദരിയെ അറിയാം. ആ സഹോദരി അമേരിക്കയിലാണ് താമസിക്കുന്നത്. എന്റെ ഭാര്യയുടെ ഒരു ബന്ധുവായിരുന്നു, സ്തോത്രം, അകന്ന ബന്ധുവാ. അപ്പൊ അവര് ഭയങ്കര സ്നേഹവും സന്തോഷത്തിലൊക്കെ കഴിഞ്ഞു പോയതാ. അവരൊരുപാട് പണം ദേശത്ത് നാട്ടിൽ വന്നിട്ട് ദൂർത്തടിക്കാറുണ്ട്. ഒരുപാട് പണം ദൂർത്തടിക്കുക. അവരെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൂർത്തടിച്ച് ഒരുപാട് പൈസയൊക്കെ നാട്ടിൽ വരുമ്പോഴൊന്നും വിളിക്കത്തില്ല. നാട്ടിൽ വരുമ്പോഴും നാട്ടിൽ വന്നൊന്നും പറയത്തില്ല. വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞ്, അവരുടെ ചില പരിപാടി പറയാൻ വേണ്ടിയിട്ടാണ്. അവർ ഈ നാട്ടിൽ വന്ന് 1 മാസം 1.5 മാസം താമസിച്ച് പോകുന്നതിന്റെ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം പോയി വിളിച്ചിട്ട് പറയും, മാസ്റ്റർ ഇപ്പൊ എവിടാ? ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ട്. ഞാൻ നാട്ടിലുണ്ടാക്കിയത് കേട്ടോ, ഞാൻ നാളെ അല്ലെ മറ്റന്നാൾ പോകും. ഹല്ലേലൂയ. അങ്ങനെ വിളിച്ച് അപമാനിക്കുന്ന ദൈവമില്ലാത്ത മൂഢരായിരിക്കുന്ന ലോകപ്രകാരമുള്ള ചില ആളുകളുണ്ട്. പണത്തിന്റെ ഹുങ്കാരും പണത്തിന്റെ അഹങ്കാരവും കാട്ടി നാട്ടിൽ വന്നിട്ട് പോകാറാവുമ്പോൾ ദൈവദാസന്മാരെ വിളിച്ച് അപമാനിക്കുന്ന അനവധി ആളുകൾ ഉണ്ട് കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പണം അങ്ങോട്ട് പെരുകി കഴിയുമ്പോൾ മനുഷ്യനെ തിരിച്ചറിയത്തില്ല. അവർക്ക് ദൈവത്തെ പോലും അറിയത്തില്ല. അവർക്ക് തിന്നു പുളച്ച് സുഖിച്ച് മതിച്ച് ജീവിക്കണം. അതാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത്. അല്ലേ? നിങ്ങൾക്കൊന്നും സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ കേട്ടാലും കേട്ടില്ലേലും സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. അല്ലേ? അപ്പം പിശുക്ക്. അല്ലേ? അടുത്ത കാര്യം പറയാം, അവൻ ആത്മീയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനേ അല്ല. ആത്മീയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ല ഈ ധനവാൻ. ആത്മീയമായി എന്തെങ്കിലും കൊടുക്കണം, സഭയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം, ദൈവദാസന് എന്തെങ്കിലും കൊടുക്കണം, ദൈവസഭയ്ക്ക് എന്തെങ്കിലും, ദൈവമക്കൾക്ക് എന്തെങ്കിലും ചെയ്യണം, ദൈവദാമത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് ബാക്കി വരുന്നത് എന്റെ കളപ്പുരയിൽ കൂട്ടിവെച്ച് എനിക്കും എന്റെ കുടുംബത്തിനും കഴിയാം എന്നുള്ള ചിന്ത അവൻ ഉണ്ടാകാതെ ദൈവസഭയ്ക്ക് പോലും 1 രൂപ കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവര് വല്ലാത്ത സ്വഭാവക്കാരെ ഈ ധനികൻ. അല്ലെങ്കിൽ വീണ്ടും പറയുകയാണ്, ഈ ലോകത്തിനപ്പുറം എന്തെങ്കിലും ഉള്ളതായി അവന് ഒരു ബോധ്യം ഉണ്ടായില്ല. ഈ പിശുക്കന് ഈ ലോകത്തിനപ്പുറത്ത് എന്ന് പറയാൻ തന്റെ മരണത്തിനപ്പുറത്ത് എന്തോ ഉണ്ടെന്നുള്ളത് പോലും തനിക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ലോകത്തിൽ അനവധി വസ്തുവകൾ സമ്പത്തുകൾ നിനക്കുണ്ടായാലും പെരുകിയാലും ഈ ലോകത്തിനപ്പുറം, നീ കാണുന്ന ഈ ലോകത്തിനപ്പുറം, അല്ലെങ്കിൽ നിന്റെ ചിന്തകൾക്കപ്പുറം, അല്ലെങ്കിൽ നിന്റെ ബുദ്ധിക്കപ്പുറം, ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ നിന്റെ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് പോലും അറിയാത്ത ഈ ധനികൻ. അതേപോലെയുള്ള എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലേ. അവരുടെയൊക്കെ ചെയ്ത് എല്ലാം ഇവിടെ തിന്നു കുടിച്ച് ജീവിക്കണം. പലരോടും ചോദിക്കും, അവർ പറയുന്നത് സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണെന്നാണ് പറയുന്നത്. സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെ ലഭിക്കുന്ന സമയം തിന്നു കുളച്ച് മതിച്ച് ഇവിടെ സന്തോഷിച്ച് ജീവിക്കണമെന്ന്. എന്നാൽ തന്റെ മരണത്തിനപ്പുറം എന്തുണ്ട്? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതെന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അനവധി ധനവാന്മാർ നമ്മുടെ ഇടയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അങ്ങനൊന്നും ആകരുത് കേട്ടോ. അല്ലേ? അപ്പൊ ഇവിടെ വീണ്ടും എന്റെ വിളവ്, എന്റെ കളപ്പുര എന്നിങ്ങനെ അവന്റെ സ്വയത്വമാണ് അവന്റെ ചിന്ത. അവന്റെ ചിന്ത എന്റെ വിളവ്, എന്റെ വസ്തുവക, എന്റെ കളപ്പുര, അത് പൊളിക്കണം, പണിയണം, വലുതാക്കണം, ഇവയെല്ലാം സ്വരൂപിക്കണം, എനിക്കും എന്റെ മക്കൾക്കും തിന്ന് കുടിച്ച് കഴിയണം. ഇതൊക്കെയാണ് അവന്റെ ചിന്ത. ജഡത്തിന്റെ ചിന്തയാണ്. ജഡത്തിന്റെ ചിന്ത മരണമെന്നാണ് നമ്മൾ റോമലേഖനം 8 വായിക്കുന്നത്. അവൻ ആത്മാവിന്റെ ചിന്തയേ ഇല്ല, ജഡത്തിന്റെ ചിന്തകളാണ്. ജഡത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് ജഡപരമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ധനികന്മാരായിരിക്കുന്ന അനവധി ആളുകളോട് പറയട്ടെ, നിങ്ങൾക്ക് ഒരു മരണം ദൈവം വെച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതം നിനക്കുണ്ട്. ആ മരണാനന്തര ജീവിതം നിത്യമായ സ്വർഗത്തിൽ നീ എത്തി കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, സങ്കടമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറുപടിയില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, യുദ്ധശ്രുതികളില്ല, ബോംബില്ലാത്ത, മിസൈലില്ലാത്ത, അണുബോംബില്ലാത്ത, തീവ്രവാദം, ഭീകരവാദം, വർഗീയതയില്ലാത്ത, രാഷ്ട്രീയമില്ലാത്ത, മതമില്ലാത്ത, മത നേതാക്കന്മാരില്ലാത്ത, ജഡികന്മാരില്ലാത്ത, ബ്ലേഡുകാരില്ലാത്ത, മാഫിയ സംഘങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല രാജ്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. സ്വർഗരാജ്യമാണ്. ആ ദൈവരാജ്യത്തെ നീ എത്തണമെങ്കിൽ ജഡത്തിന്റെ ചിന്തകളെ നീ മാറ്റിക്കളയണം.
ഇന്ന് ഭൂമി കാണുന്നൊന്നും സ്വർഗത്തിലില്ല. സ്വർഗം വിശുദ്ധന്മാരുടേതാണ്. ആ വിശുദ്ധന്മാർ വസിക്കുന്ന സ്വർഗരാജ്യത്തിൽ നീ പ്രവേശിക്കണമെങ്കിൽ നീ ഇവിടെ വെച്ച് തന്നെ മാനസാന്തരപ്പെട്ട് നീ ദൈവത്തിലേക്ക് വരണം. പണത്തിന് നീ അഹങ്കരിക്കരുത്, പണത്തിന് കുങ്കാരം കാണിക്കരുത്. പണം ഉള്ളത് കൊണ്ട് എനിക്ക് ആരെയും പേടിയില്ല, പണം ഉള്ളത് കൊണ്ട് എന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ചിന്തയും നിന്റെ ചിന്താഗതികളും മാറ്റിവെച്ചിട്ട് അല്ലേ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. പ്രൈസലോ. മറ്റാരുടെ അപഹരിച്ചെടുക്കരുത്, മറ്റാരുടെ പിടിച്ചു വാങ്ങരുത്, മറ്റാരുടെ അതിര് തോണ്ടാൻ പോകരുത്. ഇന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പോലും മറ്റുള്ളവന്റെ അതിര് തോണ്ടി സർവ്വക്കല്ല് മാറ്റി പറിച്ചിടും, അല്ലെങ്കിൽ അതിര് തോണ്ടും, വേര് പൊളിച്ചു കെട്ടും, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുണ്ട്. എന്നിട്ട് അവർ ഭയങ്കര കൈയടിച്ച് അല്ലേലിയ സ്വോത്രമൊക്കെ പറയും, അന്യഭാഷയൊക്കെ പറയും. അതിര് തോട്ടിട്ട് വന്നിരിക്കുക, അതിര് പൊളിച്ചിട്ട് വന്നിരിക്കുന്നവരാ വലിയ സ്വോത്രം. നീയൊന്നും സ്വർഗരാജ്യത്തെ ചെല്ലത്തില്ല. പലിശയ്ക്ക് കൊടുത്തും പലിശ വാങ്ങി കൊള്ളപ്പലിശ വാങ്ങിയും കള്ളത്രാസിലൂടെ കള്ളത്തൂക്കത്തിലൂടെ പണം ഉണ്ടാക്കുന്നവനും വ്യാജം പറഞ്ഞുണ്ടാക്കുന്നവനും കളവ് പറഞ്ഞു മേടിക്കുന്നവനും അല്ലേറിയ ദൈവികതമല്ലാതെ സമ്പത്തുണ്ടാക്കി അതിന്റെ പിന്നാലെ ജീവിക്കുന്ന നീ എത്ര വിശുദ്ധിയുടെ വേഷം കെട്ടിയാലും നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അതുകൊണ്ട് ഈ ധനികനായ മൂടന്റെ കഥ കർത്താവ് നമുക്കിവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഓരോ ധനികന്മാരുള്ള ദൂതായത് അല്ലേറിയ. ഇവന്റെ ചിന്ത എന്റെ വിളവ്, എന്റെ കളപ്പുര, എന്റെ സമ്പത്ത്, ഇതെല്ലാം അവന്റെ ചിന്ത. ഇങ്ങനെയുള്ള കോടീശ്വരന്മാർ ദൈവമുമ്പാകെ പാപ്പരായിരിക്കും എന്നുള്ള. ഇങ്ങനെയുള്ള കോടീശ്വരന്മാരെ താമസിയാതെ ദൈവമുമ്പാകെ ഒന്നുമില്ലാത്തവരായി മാറും. അങ്ങനെ അഹങ്കരിച്ച് നിഗളിച്ച് പണമുണ്ടാക്കി ദൈവത്തെ പോലും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച അനവധി ആളുകൾ പിന്നത്തെ ഇതെല്ലാം തകർന്ന തരിപ്പണമായി പാപ്പരായി തീർന്ന അനവധി സംഭവങ്ങളുണ്ട്. അവസാനം പിച്ചപ്പാത്രം എടുക്കേണ്ടി വന്നിട്ടുള്ള ധനികന്മാരുണ്ടല്ലോ അല്ലേരിയ. ഉണ്ടായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് വർദ്ധിച്ചു, ആ കാലഘട്ടത്തിൽ കൊടുത്തു. അപ്പോൾ അഹങ്കരിച്ച് നിഗളിച്ചു. എല്ലാം പുള്ളിയുടെ കഴിവാണ്, സ്വന്തം കഴിവാണ്, പ്രാപ്തിയാണൊക്കെ പറഞ്ഞ് ചിന്തിച്ച് അവസാനം ഒറ്റയടിക്ക് എല്ലാം കൂടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് പിച്ചപ്പാത്രം എടുക്കേണ്ടി വന്ന കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ചിലരെയൊക്കെ നമ്മൾ നേരി കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി ശ്രോതാവ്, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ടായാലും ദൈവം നിങ്ങളെ ശാസിക്കുകയോ നിങ്ങളെ പരിപറയോ നിങ്ങളെ ദുഷിക്കുകയോ ചെയ്തില്ല. നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതോറും നിങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കണം. സമ്പത്ത് വർദ്ധിക്കുന്നതോറും നിങ്ങൾ ദൈവത്തോട് അടുത്തിരുന്ന്, കൂട്ടായ്മയോട് അടുത്തിരുന്ന്, ദൈവമക്കളോട് ദൈവദാസന്മാരോട് അടുത്തിരുന്ന്, പ്രാർത്ഥനയോട് അടുത്തിരുന്ന് ദൈവസഭയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പങ്കാളികളായി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മുഴുവൻ കൊടുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുത്തുകൊണ്ട് നിങ്ങൾ എത്ര സമ്പത്ത് ഉണ്ടാക്കിയാലും അതിനകത്തൊന്നും ദൈവം പരാതി പറയത്തില്ല. ആ ദൈവവിഷയമായി നിങ്ങൾ ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം, ഈ മൂടന്റെ കാര്യം പറഞ്ഞവരാണ്. അപ്പം ദൈവവിഷയമായി ആരുടെയും ഒന്നും പിടിച്ചു വാങ്ങരുത്. ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വിശ്വാസികൾ, അവർ കൈക്കൂലി വാങ്ങും. സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങും. ലേലിയ കൈക്കൂലി വാങ്ങുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? അവർ വ്യാജം പറഞ്ഞ് കളവ് പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന, അവരുടെ ജോലി അതാണ്. പക്ഷെ അവർ ഒരുപാട് വ്യാജം പറഞ്ഞ് കളവിനെതിരെ സംസാരിച്ചുമൊക്കെ പണം ഉണ്ടാക്കുന്നവരുണ്ട്. അവർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. കാരണം അവരുടെ സമ്പത്തിൽ ആശ്രയിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ജോൺ വെസ്ലി പറഞ്ഞതുപോലെ അല്ലയ്യ, നാം കഴിയുന്നിടത്തോളം അല്ലയ്യ സമ്പാദിക്കുക, അളവ് കൂടാതെ കൊടുക്കുക. ജോൺ വെസ്ലി എന്ന് പറയുന്ന ആ മനുഷ്യനെ നമുക്ക് വല്ലാതെ പരിചയമാണ്. ഒരുപാട് അദ്ദേഹത്തെ ഒരു കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതോ അല്ലയ്യ, നമുക്ക് കഴിയുന്നിടത്തോളം സമ്പാദിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാ, നിനക്ക് കഴിയുന്നിടത്തോളം നീ സമ്പാദിക്കണം. എത്രമാത്രം നിനക്ക് ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റുമോ, നിന്റെ ആരോഗ്യത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് ദൈവം നിനക്ക് തരുന്നത്, നിനക്ക് സമ്പാദിക്കാവുന്നതിലുപരിയായി നിനക്ക് തരുന്നതനുസരിച്ച് സമ്പാദിച്ചോണം. പക്ഷെ നീ അളവ് കൂടാതെ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. വാങ്ങുന്നതിലുപരിയായി അളവ് കൂടാതെ കൊടുക്കുന്നവർ. നീ കൊടുക്കും തോറും ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ചില ആളുകളൊക്കെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അനവധി ആളുകളെ യാതൊരു മുഖപക്ഷവും കൂടാതെ സഹായിക്കുന്നവരുണ്ട്. സംഘടന വ്യത്യാസമില്ലാതെ, സഭാ വ്യത്യാസമില്ലാതെ, ജാതി വ്യവസ്ഥ നോക്കാൻ, നിറം നോക്കാതെ, വർണ്ണം നോക്കാതെ, പേരും പ്രശസ്തിയും പാരമ്പര്യവും ഒന്നും നോക്കാതെ അനവധി ആളുകളെ സഹായിക്കുന്ന അനവധി ദൈവഭൃത്യന്മാർ ഉണ്ട് കേട്ടോ. ഒരുപാട് ദൈവമക്കളുണ്ട്.
അവർക്ക് ലഭിച്ച നന്മയിൽ നിന്ന് അളവ് കൂടാതെ അവർ മുഖപക്ഷം കൂടാതെ കൊടുക്കുന്നു, പിശുക്ക് കൂടാതെ കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അത് ദൈവഹിതമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽ ഈ ദൈവത്തെ കേൾക്കുമ്പോൾ നിങ്ങൾ നന്മ കൊണ്ട് നിറയണം. ദൈവം നിങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുമ്പോൾ, നന്മ കൊണ്ട് നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ തലമുറയും നന്മയോ നിറയപ്പെട്ട് നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, സമ്പത്ത് പെരുകുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറന്നു പോകരുത്. ദൈവത്തെ മറന്നു പോകരുത്. ആരാധന കൂട്ടായ്മ നീ നഷ്ടപ്പെടുത്തരുത്. ദൈവമായുള്ള ബന്ധം സംസർഗം നിർത്തരുത്. ആരാധനയ്ക്കുള്ള വഴി നിന്റെ മുമ്പിൽ അടഞ്ഞു പോകരുത്. ദൈവമക്കളുമായുള്ള ബന്ധം കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. നിന്റെ സമ്പത്ത് വർദ്ധിക്കും തോറും ദൈവത്തോട് അടുത്തിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. സമ്പത്ത് വർദ്ധിക്കും തോറും ദൈവത്തോട് അടുത്തിരിക്കണം. ചിലർക്ക് എത്ര കിട്ടിയാലും തികയത്തില്ല. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം, 40,000 50,000 രൂപ വാടക വാങ്ങുന്ന ചില വീട്ടുടയരുണ്ട്. അവരോട് ചെന്ന് 10 രൂപ വെച്ച് എന്റെ പിന്നെ 1 രൂപ പോലും കയ്യില്ല. 50,000 രൂപ 60,000 രൂപ മാസം പ്രതിദിനം ഉണ്ടാക്കുന്ന വ്യക്തികളുടെ കയ്യിൽ 100 രൂപ ഒരാഴ്ച എടുക്കാനില്ലെന്ന് ഒരു കണക്ക് പറയും. ഒന്നുമില്ല. 60,000 രൂപ 50,000 രൂപ ഉണ്ടാക്കുന്നവരാണ്. നല്ല സാലറി ഒക്കെ വാങ്ങുന്നവരും പറയും ഒന്നുമില്ലെന്ന് പറയും. എന്തുകൊണ്ടാ? നിനക്ക് തന്നതനുസരിച്ച് നീ ദൈവനാമത്തിന് ചെലവഴിക്കാതെ, നീ ദൈവത്തിന് കൊടുക്കാതെ, നീ നിനക്ക് തന്നെ സ്വരൂപിച്ച, നിനക്ക് തന്നെ വർദ്ധിപ്പിച്ച, നിന്റെ കളപ്പൂര പൊളിച്ച് പണിത് നിന്റെ വസ്തുവകകൾ, നിന്റെ സമ്പത്തുകൾ അത് നീ കൂട്ടിവെച്ച് നീ ആശ്വസിച്ച് തിന്ന് ആനന്ദിക്കുമെന്ന് നിന്റെ സ്വന്തം ബുദ്ധിക്ക് മനസ്സിൽ നീ പറഞ്ഞ് ഇവിടെ നീ ജീവിക്കുകയാണെങ്കിൽ നിനക്കുള്ളതെല്ലാം നഷ്ടമാകും. നീ ഉണ്ടാക്കുന്നതിൽ ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെ ആകുന്നൊരു കാലഘട്ടം വരും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മൾ എന്തെല്ലാം തേടിയാലും ദൈവമാണതെല്ലാം തരുന്നത്. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒന്നുമില്ല. നമ്മളെല്ലാം ഈ ഭൂമിയിൽ ഒരു വേലക്കാരനാ. ഈ ഭൂമിയിൽ വേലക്കാരനാ. നിങ്ങൾക്ക് കോടാനുകോടി രൂപയുടെ സമ്പത്തുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളെ നോക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചൊരുക്കിയെന്ന ഒരു കാര്യവിചാരകനാണെന്ന് ചിന്തിച്ചാൽ മതി. അതിനെല്ലാം ഉടമസ്ഥൻ വേറെയാ. അപ്പൊ കാര്യവിചാരകനായിരിക്കുമ്പോൾ നീ എപ്പോഴും കണക്ക് തീർത്ത് നിനക്ക് കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ട്, നീ സ്വരൂപിക്കാനുള്ളത് സ്വരൂപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും നിഷ്കളങ്കതയോടെ നിർമ്മലതയോടുകൂടി നിൽക്കണം. കർത്താവ് ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിയില്ല. ഏത് സമയത്തും കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കുമ്പോൾ നീ അന്നാരം ചിന്തിച്ചിട്ട് കാര്യമില്ല. കാഹളം ധ്വനിക്കാൻ സമയമായെന്നുള്ള ചിന്തയോടെ എപ്പോഴും ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തേക്കണം. ആരോട് എന്തെങ്കിലും അമിതമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കണം. ഇരട്ടിയായി തിരിച്ചു കൊടുത്തേക്കണം. സക്കായി പറഞ്ഞ പോലെ, ഞാൻ വാങ്ങുന്നതിന്റെ 4 മടങ്ങ് തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞ പോലെ, ആരോടും കടം വെച്ചുകൊണ്ടിരിക്കരുത്. ആരോടും ആരെയും ഒന്നും അപകരിച്ചെടുക്കരുത്. നിന്റേതല്ലാത്തൊന്നിന്റെ വീട്ടിലിരിക്കരുത്. നിന്റേതല്ലാത്ത നീ ആരുടെയും മോഷ്ടിച്ചുകൊണ്ട് വരരുത്. നിന്റേതല്ലാതെ നീ അപകരിച്ചെടുക്കരുത്. അയൽവാസിയുടെ അതിര് തോണ്ടരുത്. അവന്റെ പറമ്പിലെ ഒരു സാധനവും അവന്റെ ഒരു വിളവ് നീ എടുത്തുകൊണ്ട് വരരുത്. അല്ലെങ്കിൽ നിനക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടണം. പ്രൈസറോ. മറ്റാരുടെ ഒന്നും മോഹിക്കാൻ പാടില്ല. നിന്റെ കൂട്ടു സഹോദരന്റെ കയ്യിലിഷ്ടം പോലെ പണം കാണും, സമ്പത്ത് കാണും, നല്ല ജോലി കാണും, മക്കൾ നല്ല നിലയിലെത്തി കാണും. അതുകൊണ്ട് അവനെ കണ്ട് നീ വിറുവിറുത്ത അവന്റെ കയ്യിൽ അപകരിച്ചെടുക്കാൻ നോക്കരുത്. കള പറഞ്ഞ് മേടിക്കരുത്. സ്തോത്രം. നമ്മൾ ദൈവവിഷയമായി മാത്രം സമ്പന്നനാകണം. ദൈവമില്ലാതെ എന്തെല്ലാം നേടിയാലും അതെല്ലാം നരകത്തിൻ്റെതാണ്. പ്രൈസറോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നോതാവി, താൽക്കാലികമായ ജീവിതമാണ്. നമ്മളുടെ അന്യരും പരദേശികളുമാണ്. നാം ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും. ഈ ഭൂമി നമ്മൾ ഒഴിഞ്ഞു കൊടുക്കും. ഈ കൂടാരം നമ്മൾ വിട്ടുകൊടുക്കണം. ഈ കൂടാരത്തിൽ നമ്മൾ ഒഴിഞ്ഞുപോയി. ഈ കൂടാരമാകുന്ന ശരീരം ഈ ഭൂമിയിൽ ഈ മണ്ണിലേക്ക് ചേരുവാനുള്ളതാണ്. ഈ ശരീരം മണ്ണിലേക്ക് ചേരും മുമ്പേ നിന്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് നിത്യതയിൽ എത്തണമെങ്കിൽ നീ ഇവിടെ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർത്ത് നീ ദൈവത്തോട് ചേർന്ന് അടുത്തിരിക്കണം. പ്രൈസറോ. അല്ലെങ്കിൽ നിന്റെ ആത്മാവ് നിത്യമായ നരകത്തിലെത്തും. പ്രൈസറോ. അല്ലേരിയ. ദൈവം നിത്യമായ നരകത്തിലേക്ക് പോകരുത്. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം, ഈ ഭൂമിയിൽ ഒന്നും കൊണ്ട് നമ്മൾ വന്നിട്ടില്ല. ഈ ഭൂമിയിൽ നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ തന്നെ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകുകയുമില്ല. ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകും. നിങ്ങൾ ജനിച്ചപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുന്ന ഇങ്ങോട്ട് ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇനി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇയ്യോബ് എന്ന് പറയുന്നത്, ഭക്തൻ പറഞ്ഞു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നഗ്നനായി വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ലേരിയ.
നീ ഭൂമിയിൽ വന്ന് നീ ജീവിച്ച് നീ പൊളിച്ചു മതിച്ച് ഇഷ്ടം പോലെ നീ തിന്നു കുടിച്ച് വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ വാഹനങ്ങൾ, വില കൂടിയ വീടുകൾ, ഒരുപാട് കൂട്ടുകെട്ടുകളുമായൊക്കെ നീ ജീവിച്ച് നീ മടങ്ങി പോകുമ്പോൾ നിനക്ക് എന്തൊക്കെ ഈ ലോകം തരും നിനക്ക് പോലും അറിയത്തില്ല. അല്ലേ? മടങ്ങി പോകുമ്പോൾ നീ കൂടാരം പൊളിഞ്ഞ് നീ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ഒരുപക്ഷെ നിനക്ക് എന്തെങ്കിലും താൽക്കാലികമായിട്ട് നിന്നെ തന്ന ഒഴിവാക്കി അല്പാമെ കൊണ്ട് മണ്ണിലേക്ക് ഒഴിച്ചു വെക്കും. അല്ലേ? നീ ഒന്നും കൊണ്ടുപോകത്തില്ല. കാരണം നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ലേ? അല്പകാലം നീ അതിന്റെ കാര്യവിചാരകനായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്നെ എന്തെങ്കിലും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യവിചാരകൻ എന്നുള്ളൂ ഞാൻ. അല്ലേ? എനിക്ക് പിന്നെ അത് അങ്ങനെ ഭാരപ്പെടുക. എന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്ക് ഒന്നും ചിന്തിക്കാനില്ല. അതുകൊണ്ട് ഉള്ള ജീവിതത്തിൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്വത്തെ നിൽക്കുക. അല്ലേ? അപ്പം നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, നാം ഒന്നും കൊണ്ടുപോവുകയുമില്ല. സകലത്തെയും ഇവിടെ വിട്ടിട്ട് തന്നെ പോകണം. ഇവിടുന്ന് വിട്ടിട്ട് തന്നെ പോകണം. സകലവും നീ എന്തെല്ലാം സ്വരൂപിച്ചോ, എന്തെല്ലാം ഉണ്ട്, അതെല്ലാം നീ ഇവിടെ വിട്ടിട്ട് പോകണം. അല്ലേ? എന്നാൽ സ്തോത്രം, ജനങ്ങൾ പണത്തിന്റെ പിന്നാലെ ഊട്ടി അലഞ്ഞോട്ടിക്കുക. മനുഷ്യൻ പണത്തിന്റെ പിന്നാലെ ഊട്ടി അലയുക. പണം 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 എന്ന് പറഞ്ഞ് മനുഷ്യൻ പണത്തിന് പിന്നാലെ ഓടുക. ആരെ കൊന്നും ആരെ മുടിച്ചും ആരുടെ മോഷ്ടിച്ചും കൊള്ളയടിച്ചും പിടിച്ചു പറിച്ചും അപഹരിച്ചും കൈക്കൂലി വാങ്ങിയും അല്ലേരിയ പണമുണ്ടാക്കാൻ വേണ്ടി ഓടുന്ന ഒരു കൂട്ടം ദിവ്യാഗ്രികൾ ലോകത്ത് നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതിന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യമായ നരകത്തിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ആ നരകക്കടലിലേക്ക് നിന്നെ തള്ളിയിടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് നീ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നതിന് കുഴപ്പമില്ല. സമ്പാദിക്കും തോറും നീ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കണം. അല്ലെ? ദൈവനാമത്തിന് വേണ്ടി കൊടുത്തിട്ട് നീ സമ്പാദിച്ചാൽ അതിനെ ദൈവം ശാസിക്കത്തില്ല. അല്ലാതെ നീ അപഹരിച്ചുണ്ടാക്കുന്നതെല്ലാം പാപമാണ്. അല്ലേ? അതിനോട് നിന്നെ എണ്ണി കണക്ക് ചോദിക്കും. അതുകൊണ്ട് പലരും പണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് അതിനുവേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത്. അല്ലേ? പണത്തിന് വേണ്ടി പലരും കൊല്ലുന്നു. മാതാപിതാക്കളെ പണത്തിന് വേണ്ടി കൊല്ലുന്നു, സ്വന്തക്കാരെ കൊല്ലുന്നു. പണം ഉണ്ടാക്കാൻ വേണ്ടി ബാങ്ക് കൊള്ളയടിക്കുന്നു, കടകൾ കൊള്ളയടിക്കുന്നു, വീടുകൾ കൊള്ളയടിക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി റോഡേ പോകുന്ന അമ്മച്ചിമാരുടെ കഴുത്തിലെ 5-8 പവന്റെ മാല പൊട്ടിച്ചോടുന്നു. പിന്നെ അതിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്നുള്ള എന്റെ ചിന്ത. ഈ റോഡിൽ ബൈക്കിലൊക്കെ വരുന്ന 5-8 പവന്റെ മാല പൊട്ടിച്ചിട്ട് പോയെന്ന സംഭവം നമ്മൾ കേൾക്കാറുണ്ടോ? ഞാനതിനെ വലിയ കുറ്റപ്പെടുത്താറില്ല. കാരണം അവൻ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, സപ്പോർട്ട് ചെയ്യുമല്ലേ കേട്ടോ. കാരണം നിനക്ക് 5-8 പവന്റെ മാലയുണ്ടെങ്കിൽ നീ അത് റോഡെ ഇട്ട് ഞെളിഞ്ഞ് നീ അത് കാണിക്കാൻ വേണ്ടി നടന്ന കള്ളം കൊണ്ടുപോകും, പിടിച്ചുപറിക്കാർ കൊണ്ടുപോകും. നിനക്കുണ്ടെങ്കിൽ നീ അത് വീട്ടിൽ സൂക്ഷിച്ചു വെക്കണം. അത് പുറത്ത് ഇട്ട് കൊണ്ട് നടന്ന് പൊട്ടിച്ചോണ്ട് പോയി കള്ളം കൊണ്ടുപോയി പറയുമ്പോൾ ദൈവവിഷയമല്ലാതെ നീ സമ്പന്നനായതാ. എന്നിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നീ അത് കൊണ്ടു നടന്ന ആൾക്കാർ പൊട്ടിച്ചോണ്ട് പോയി. നീ അങ്ങ് സഹിച്ചാൽ മതി. അല്ലേ? അപ്പം നിങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾക്ക് അതിനോട് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് സ്വർണത്തോടൊന്നും ആഗ്രഹമില്ല. ഞങ്ങൾ അതിനോട് താല്പര്യപ്പെടാറുമില്ല. സ്തോത്രം. കാരണം ദൈവം തന്റെ സ്വരൂപത്തിന് സാധിച്ച് ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഞങ്ങളുടേതായ സൗന്ദര്യത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭൂമി കിടക്കുന്നതെല്ലാം കൂടെ വാരി കഴുത്തിലും കാതിലും ചെവിയിലും മൂക്കിലും കൈവിരലയിലും കാലിന്റെ വിരലയിലും എന്ന് വേണ്ട എല്ലാം ചുറ്റിയിട്ടതെല്ലാം കാണിക്കാൻ വേണ്ടി, പ്രൗഢി കാണിക്കാൻ വേണ്ടി നടക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ ദൈവം തന്റെ സ്വരൂപത്തിന് സാധ്യത സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒന്നും കൊണ്ട് സൗന്ദര്യം വരുത്തേണ്ട കാര്യമില്ല. പ്രൈസ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? അല്ലേരിയ, നമ്മളിവിടെ പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ പലതും ചെയ്യുക എന്ന് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ അല്ലേരിയ ആത്മാദായമാണ് ദൈവം നമ്മെ കുറിച്ച് അയക്കുന്നത്. ആത്മാക്കളെ നീ നേടണം. പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ആത്മാക്കളെ നേടും. ആത്മാദായത്തിന് വേണ്ടി പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന, ശാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന, ദൈവവുമായി ബന്ധമില്ലാത്ത ഇന്നും ചെടികമായ ജീവിതം നയിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് കാര്യം നീട്ടിയിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരോട് നീ പോയി സുവിശേഷം പറയണം. നിനക്ക് പണമുണ്ടെന്ന് കണ്ട് നീ പണത്തിന് വേണ്ടി നീ പരുത്ത് പറക്കിയിരുന്ന പണ്ട് പഴമക്കാർ പറഞ്ഞ പോലെ നിന്റെ പണം വെച്ചുകൊണ്ട് നീ അഹങ്കരിച്ച് നീ നിന്റെ വീട്ടിൽ നിന്ന് സുഖിച്ചു പൊളച്ച് ജീവിക്കരുത്. അല്ലേരിയ. പ്രൈസറോ. മറ്റുള്ളവരെ കരുതണം. പ്രൈസറോ. നീ ആത്മാക്കളെ നേട്. നിന്റെ പണത്തിലല്ല പ്രധാനം. പാപിയായ മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലയും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന ഈ ലോകത്തിലെ ജട്ടിക്ക് വ്യഭിചാര പരസംഗ അശുദ്ധിയിലും ദുഷ്കാമത്തിലും വീണ് കിടക്കുന്ന
ആമീൻ. അല്ലേ, ദൈവമായി യാതൊരു ബന്ധമില്ലാത്ത പാപത്തിന്റെ തീച്ചൂളയിൽ പാപത്തിന്റെ കാഠിന്യത്തിൽ വീണ് കിടക്കുന്ന അനവധി ആളുകൾ നമുക്ക് ചുറ്റിലും നിന്റെ കുടുംബത്തിൽ വരെയുണ്ട്. അവർക്ക് വേണ്ടി നീ ജീവിക്കണം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, അവരോട് നീ സുവിശേഷം പറയണം. അവർക്ക് ദൈവനാമത്തിൽ എന്തെങ്കിലും കൊടുത്ത് സഹായിച്ചവനെ ദൈവത്തിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവരണം. അല്ലേലിയ. അല്ലാതെ ഈ പിശുക്കനായിരിക്കാൻ ധനവാനെ പോലെ ആകരുത് നീ. അല്ലേലിയ, സ്തോത്രം. പലരും ഇന്ന് അങ്ങനെയൊക്കെയാ കേട്ടോ. അല്ലേലിയ. അപ്പൊ നമ്മൾ ആത്മാക്കളെ നേടുന്നവരായിരിക്കണം. ആത്മാദായം ചെയ്ത് സ്വർഗത്തിൽ നമ്മുടെ സമ്പത്തുകളെ ചേർത്ത് വെക്കണം. അല്ലെ, സ്വർഗത്തിൽ നമ്മുടെ സമ്പത്ത്. പുഴുവും തുരുമ്പും അരിക്കുന്ന ഈ ഭൂമിയിൽ നീ സമ്പത്ത് സ്വരൂപിക്കരുതെന്നാ. പുഴുവും തുരുമ്പും ഉള്ള ഈ ഭൂമിയിൽ, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്ന ഈ ഭൂമിയിൽ നീ സമ്പത്ത്, നിന്റെ നിക്ഷേപം പാടില്ല. അല്ലേലിയ. പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം ഉണ്ടെങ്കിൽ അത് നിനക്ക് അല്ലേലിയ, അത് സന്തോഷമാണ്. അല്ലേലിയ. അപ്പൊ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി വേണം എന്തും ചെയ്യാൻ. അല്ലെ, സുവിശേഷം പറയണം. പാപികളായിരിക്കുന്ന ജനത്തോട് സുവിശേഷം പറഞ്ഞവനെ അവനെ നേടിയെടുക്കണം. അവന് കൊടുക്കാനുള്ള കൈത്താങ്ങൽ കൊടുത്ത്, അവന് കൊടുക്കാനുള്ള സ്നേഹം കൊടുത്ത് അവന് ചേർത്ത് പിടിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ശിംശോന് കർത്താവ് അളവറ്റ ശക്തി കൊടുത്തു. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ ശിംശോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഹല്ലേലൂയ. 16-20 വായിച്ചേക്കാണ്. ന്യായാധിപന്മാർ ദിവസം 16 അധ്യായം ഒക്കെ വായിച്ചേക്കാണ്. അപ്പൊ ശിംശോന് ദൈവം അളവറ്റ ശക്തിയും ബലവും പരാക്രമവും ഒക്കെ കൊടുത്തിരുന്നു. എന്നാൽ ഇവയെല്ലാം അവൻ അല്പമായി കരുതിക്കൊണ്ട് ഹല്ലേലൂയ വേശ്യകളുടെ പിന്നാലെ പോയി എന്നുള്ളതാണ്. ദലീലയുടെ പിന്നാലെ പോയി. അല്ലേ, ശിംശോൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നാസി വളർക്കാനാണ്. അല്ലേ, അവന്റെ തലയിൽ ഷെവരക്കത്തി തുടരുന്ന. എന്നാൽ അവൻ വളർന്ന് പ്രായമായി കഴിഞ്ഞപ്പോൾ അവൻ ദൈവഹിതം ദൈവമിഷ്ടം അനുസരിക്കാതെ അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നാശവിധക്കാണ്, ദൈവത്തിന് വേർതിരിച്ചവനാണ്. ഒരു അസാമാന്യമായി ദൈവശക്തി അവന്റെ മേൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതിന് വില കൊടുക്കാതെ അവൻ പരസ്ത്രീ ബന്ധത്തിലേക്ക് പോയി. അന്യവേശി ആയിരിക്കുന്ന ദലീലയുടെ പിന്നാലെ അവൻ പോയി. എങ്ങനെയും രക്ഷപ്പെട്ടു വരാം എന്നുള്ള തെറ്റായ ചിന്താഗതി അവന്റെ ഉള്ളിലുണ്ടായി. അല്ലേലിയ. പരസംഗത്തിൽ ചോദിച്ചാൽ എങ്ങനെയൊക്കെ രക്ഷപ്പെടാം, അല്ലേലിയ എന്നൊക്കെ അവന്റെ ഉള്ളിൽ ചിന്ത. ഒരു ദിവസം വലിയ ഒരു അബദ്ധത്തിൽ അവൻ ചിന്തയാടി. അവന്റെ ശക്തി ഏതിലെന്നറിയാൻ വേണ്ടി ദലീല അവനെ മയക്കി അവനെ മടിയിൽ കിടത്തി ഉറക്കി. ആരെയാ? ശിംശോനെ. അങ്ങനെ ശിംശോൻ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ അല്ലേലിയ അവന്റെ ശക്തി ഏതിലെന്നുള്ളത് അല്ലേലിയ ശിംശോൻ ദലീലയോട് പറഞ്ഞു കൊടുത്തു. ദലീല അത് കേട്ട മാത്രം ഫിലിസ്തീനെ വിളിച്ചു. അവന്റെ തലയിലെ ജട കണ്ടിച്ചു മുറിച്ചു മാറ്റി. അവന്റെ ശക്തി പോയി. അവൻ പഴയതുപോലെ കുടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവനത് കഴിഞ്ഞില്ല. കാരണം അവന് എല്ലാവിധ കഴിവും ശക്തിയും ദൈവം കൊടുത്തിരുന്നു. അത് പ്രയോജനപ്പെടുത്താൻ ശിംശോന് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ അനവധി ആളുകൾക്ക് ദൈവം ശക്തമായി കൃപ കൊടുത്തിട്ടുണ്ട്, കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അഭിഷേകം കൊടുത്ത് ദർശനം കൊടുത്തിട്ടുണ്ട്, അസാമാന്യമായി ശുശ്രൂഷയ്ക്കുള്ള എല്ലാ കഴിവുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ അല്ലേലിയ വേണ്ട വിധത്തിൽ അത് ദൈവത്തിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയാതെ ഈ ലോകത്തിന്റെ മോഹങ്ങൾ അകപ്പെട്ട് പാപസുഖങ്ങൾ വീണ്ടു കിടക്കുന്ന അനവധി ശിംശോന്മാർ ഇന്നും ദലീലയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പറഞ്ഞ പോലെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ദൈവം ഒരു നാൾ ന്യായം വിധിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം നീ മറുപടി പറയുമ്പോൾ, നീ മറുപടി കൊടുക്കേണ്ടി വരുമ്പോൾ നിനക്ക് ദൈവത്തിന് നിവർന്നു നിൽക്കാൻ കഴിയില്ല. അവസാനം ഫിലിസ്തർ ശിംശോനെ പിടിച്ച് അവനെ ബന്ധിച്ച് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് മാവ് പൊട്ടിക്കുന്ന വേലയിൽ അവനെ കൊണ്ട് ഇരുത്തി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവ വിഷയമായി നീ സമ്പന്നനാകാതെ നിനക്ക് തന്നെ നീ സ്വരൂപിച്ചു വെച്ചാൽ നീ ഈ രാത്രിയിൽ നിന്റെ പ്രാണനോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാവുന്ന പിശുക്കനായ ഈ ധനവാനെ കുറിച്ച് കർത്താവ് നമുക്ക് ആലോചന തരുമ്പോൾ നമ്മൾ ദൈവവിഷയമായി സമ്പന്നനാകണം. ഹല്ലേലൂയ. അപ്പൊ ശിംശോന്റെ ജീവിതത്തിൽ ഉറക്കമുള്ളത് യഹോവ തന്നെ വിട്ടു എന്നറിയാതെ താൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞ് കളയുമെന്ന് വിചാരിച്ചു. ഫിലിസ്തരോ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്ന ശിംശോൻ ഓർത്തി അസാമാന്യമായി ശക്തി കൊടുത്തതാ. ശക്തമായ അഭിഷേകം ഉണ്ടായിരുന്നവനാ. അമ്മയുടെ ഗർഭം മുതൽ നാസിവ്രതക്കാനായിരുന്നു. ഇപ്പൊ അവന്റെ പണി എവിടാന്നറിയോ? കാരാഗ്രഹത്തിൽ
മാവ് പൊടിച്ചുകൊണ്ടിരിക്കുക. എത്ര പരാജയമായി പോയല്ലേ! ഈ ദൈവ വചനമൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ഈ ദൂതുകളൊക്കെ കൈമാറുമ്പോൾ, ഈ ഭൂമി ജീവിക്കുന്ന ഞാൻ നിങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടെ ഈ ലോകത്തെ ജീവിക്കണം. പാപത്തിന്റെ അധീനതയിലേക്ക് പോകാതെ, പാപത്തിന്റെ വശീകരണത്തിൽ വീണു പോകാതെ, പാപത്തിന്റെ മോഹന വാഗ്ദത്തങ്ങളിൽ വീണു പോകാതെ നാം ദൈവസനെ വിശുദ്ധിയോടെ നിൽപ്പാൻ കഴിയണം. ഹല്ലേലൂയ. നമുക്കൊരിക്കൽ മാത്രം ഈ ഭൂമി കടന്നു പോകാൻ കഴിയും. രണ്ടാമതൊരു അവസരം ഒരിക്കൽ മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ലഭിച്ച സമയം ജഡത്തിന്റെ ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് ആത്മാവിന്റെ ചിന്ത നിറയപ്പെട്ട് ദൈവരാജ്യം ആസനമായിരിക്കുന്നത്, ദൈവരാജ്യം ഏറ്റവും അടുത്തിരിക്കുന്ന കർത്താവിന്റെ വരവ് ഏറ്റവും ആസനമായിരിക്കുന്നതുകൊണ്ട് നാം എപ്പോഴും വിശുദ്ധിയിൽ ഒരുങ്ങിയിരിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രസംഗികത, അതുപോലെ അനേകർ ഹല്ലേലൂയ സ്തോത്രം ഈ നാളുകളിൽ പാപം ചെയ്ത് ദൈവമായി അകന്ന്, ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങളിൽ വീണ് ആമേൻ ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. അങ്ങനെയുള്ള ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ദൈവമോ അവനോട് മൂട ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവും? കണ്ടോ, ദൈവത്തിന് ആമേൻ സമയം തെറ്റുകയില്ല. അല്ലെങ്കിൽ ദൈവത്തിന് സമയം തെറ്റുകയില്ല. നമ്മുടെ ചിന്താഗതികളൊന്നും അല്ല ദൈവത്തിൻ്റെത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പിശുകനായിരിക്കുന്ന ധനികനായ മൂടനെ പോലെ ആയിത്തീരാതെ ഏറിയ വസ്തുവകൾ ഉണ്ട്. അവന്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു. ഹല്ലേലൂയ. അത് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് അവന്റെ കളപ്പുരകളെ പൊളിച്ച് വലുതാക്കിയിട്ട് അതിനകത്ത് സ്വരൂപിച്ച് വെച്ചിട്ട് ആശ്വസിച്ച് തിന്നു കുടിച്ച് സന്തോഷിക്കാമെന്ന് ചിന്തിച്ച് അവനോട് ദൈവം ഇങ്ങനെ ചോദിച്ചെങ്കിൽ, ഇന്ന് സകല ധനികന്മാരോട് ദൈവം ചോദിക്കുക, ഹല്ലേലൂയ, നീ ഒരുക്കി വെച്ചത് ആർക്കാവും? പ്രൈസ് ദി ലോർഡ്. ദൈവ വിഷയമായി നീ എത്ര സമ്പത്തുണ്ടായാലും ദൈവത്തിന് യാതൊരു കുഴപ്പമില്ല. നീ സമ്പത്തുണ്ടാക്കി അതുപോലെ ദൈവനാമത്തിന് പ്രയോജനപ്പെടുത്താൻ ചെയ്യുന്ന നിന്നോട് ഒരിക്കലും ദൈവം ഹല്ലേലൂയ നിന്നെ ശിക്ഷിക്കുന്നില്ല, നിന്നെ കുറ്റം വിധിക്കുന്നില്ല. നീ ദൈവഹിത പ്രകാരമായിരിക്കണം. അല്ലാതെ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാലും അതിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ധനികനായ മൂടന്റെ ഉപമയിലൂടെ കർത്താവ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സകല ജനത്തിനും തരുന്ന ഒരു ഗുണപാഠം, ആ ഗുണപാഠം അനുസരിച്ച് കർത്താവ് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായതുകൊണ്ട് പണത്തിൽ ആശ്രയിച്ച് പണത്തിൽ നിഗളിച്ച് ലോകത്തിന്റെ സുഖലോലും വീണ് നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നല്ല തലമുറ ഏൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പണവും പ്രതാപവും ഒക്കെ കർത്താവ് നല്ലതാണെന്നാൽ പണം എത്ര പെരുകിയാലും ശമ്പളം എത്ര കൂടിയാലും ഹല്ലേലൂയ നിക്ഷേപങ്ങൾ എത്ര വർദ്ധിച്ചാലും ഹല്ലേലൂയ അതെല്ലാം ദൈവ വിഷയമായി തീരുവാൻ ദൈവഹിത പ്രകാരം അത് വാങ്ങുകയും മറ്റുള്ളവർ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്ത് ദൈവനാമത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു വലിയ തലമുറയെ ദൈവ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കണമേ പ്രാർത്ഥിക്കും. കേരളത്തിനും ഭാരതലോക രാജ്യങ്ങളുടെ ധനാഢ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു മനസ്സാന്തരം കൊടുക്കണം. അനവധി ദൈവമക്കൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സേവിച്ചും ധനത്തിൽ ഉയർച്ചയുള്ളവർ കൊടുത്തും ദൈവനാമത്തെ പ്രസാദിപ്പിച്ച് നിൽക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഈ ഭൂമിയിലെ ധനവാന്മാർ കണ്ട് പഠിച്ച് മാതൃകയാക്കിക്കൊണ്ട് ദൈവസേനയ്ക്ക് മടങ്ങി വരുവാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, ഭാരപ്പെടുന്ന അനവധി ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരോടൊക്കെ ദൈവം ഇടപെട്ട് അവർക്കെല്ലാം ആശ്വാസം കൊടുക്കണമേ. ഞങ്ങളുടെ ജീവിതം താൽക്കാലികമാണ്. ശിംശോനെ പോലെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയാതെ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് അഭിഷേകം നഷ്ടപ്പെട്ട് കാരാഗ്രഹത്തിൽ മാവ് പൊട്ടിക്കുന്നത് പോലെ ശിംശോന് പറ്റിയതുപോലെ വരാതെ ഈ ജനമെല്ലാം മാനസാന്തരം പടങ്ങി വന്ന് കർത്താവിന്റെ വരവിന്റെ ഒരുക്കമുള്ളവരെ തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.